വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഓട്സ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. 2 കപ്പ് ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നോക്കാം. ഓട്സ് ചെറുതായിട്ടൊന്ന് നനഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മളെടുക്കുന്ന ഓട്സിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും ചെറിയൊരു മാറ്റമൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചില സമയത്ത് നമുക്ക് ഒരു 1-2 ടീസ്പൂൺ വെള്ളവും കൂടി കൂടുതലായിട്ട് ആവശ്യം വരും. നമ്മളിതുപോലെ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഓട്സ് നന്നായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മളിതുപോലെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ ഒരു പരുവത്തിന് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഓട്സൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കരുത്. നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു 3-4 തവണ പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്ക് പുട്ടിന് കുഴച്ചെടുത്ത മാവിൻ്റെ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ 2-3 തവണ ആയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് നനഞ്ഞ് കുഴഞ്ഞു പോവരുത്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വെള്ളം ചേർക്കുക. പെട്ടെന്ന് വെള്ളം കൂടി പോവാൻ സാധ്യതയുണ്ട് ഓട്സ് പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. അത്രയും സമയം വേണം നമുക്ക് ഈ ഒരു പുട്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ സാധാ നമ്മുടെ പുട്ടുകുറ്റിയിലും പുട്ടുണ്ടാക്കാവുന്നതാണ്. നമുക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. തണുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ മുഴുവൻ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പഴം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സാധാരണ കടലക്കറി ഏത് കറി നമ്മൾ സാധാരണ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഓട്സ് പുട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ നമ്മൾ പഴമൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.